ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഫ്രേസൽ വെർബുകളാണ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. അതിൻ്റെ ഓപ്ഷൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ദ ഒക്കേഷൻ ഡാഷ് പ്രോംപ്റ്റ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആക്ഷൻ വളരെ ആവശ്യമാണ്, ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ ഏതായിരിക്കാം ശരി? നമുക്ക് വളരെ അത്യാവശ്യമാണ്, ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഏതാ? കോൾ ഓഫ് ആണോ, കോൾ ഓൺ ആണോ, കോളറ്റ് ആണോ, അതോ കോൾ ഫോർ ആണോ? ശരി ഉത്തരം ഓപ്ഷൻ ഡി, കോൾ ഫോർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചാലോ. കോൾ ഫോർ, ഡിമാൻഡ് എന്നുള്ളത് പഠിച്ചു, ബാക്കി ഓപ്ഷൻസും കൂടെ ഒന്ന് പഠിക്കാം. കോൾ ഓഫ് ക്യാൻസൽ ആണ്, കോൾ ഓഫ് ക്യാൻസൽ. കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കുക. കോൾ അറ്റ് എന്ന് പറഞ്ഞാലോ, വിസിറ്റ് എ പ്ലേസ്, ഒരു സ്ഥലം സന്ദർശിക്കുന്നതാണ്. കോൾ ഫോർ ഡിമാൻഡ്, ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. രണ്ടാമത്തെ ചോദ്യം, ഇറ്റ് ടുക്ക് ഫയർ ഫൈറ്റേഴ്സ് 4 hours ടു ഡാഷ് ദ ഫയർ. തീ അണയ്ക്കാനായിട്ട് അവർക്ക് 4 മണിക്കൂർ എടുത്തു. അപ്പോൾ അതിൻ്റെ ഫ്രേസൽ വെർബ് ഏതാണ്? പുട്ടപ്പ് വിത്താണോ, അതോ പുട്ടപ്പാണോ, പുട്ട് ഔട്ടാണോ, പുട്ട് ഓഫ് ആണോ? ശരി ഉത്തരം പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ് അല്ലേ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് പഠിക്കാം. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്, സഹിക്കുക. ഓക്കെ, പുട്ടപ്പ് റേസ്, ബിൽഡ്, ഇറക്റ്റ്, ഒരു കെട്ടിടമൊക്കെ ഉയർത്തുക, നിർമ്മിക്കുക, പുട്ടപ്പ്. ആൻഡ് പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ്. ഇവിടുത്തെ ആൻസർ അതായിരുന്നു അല്ലേ. എക്സ്റ്റിങ്ക്വിഷ് എന്ന് പറയുന്നത് എന്താ? അണയ്ക്കുക. ആൻഡ് പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക, പുട്ട് ഓഫ്. ഓക്കെ, അടുത്ത ചോദ്യം, ഡ്യൂറിങ് ദ അവാർഡ് സെറമണി ദ പ്രിൻസിപ്പൽ വിൽ ഡാഷ് ദ പ്രൈസസ് ടു ദ വിന്നേഴ്സ്. വിതരണം ചെയ്യും എന്നർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓക്കെ, ആൻസർ പറയട്ടെ. യെസ്, ഗിവ് എവേ ആണ്. ഓക്കെ, ഗിവ് എവേ നമ്മളിപ്പോൾ ഒത്തിരി കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ. ഗിവ് എവേ, ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുക, കൊടുക്കുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഒന്ന് പഠിക്കാം. ഗിവ് ഇൻ, സറണ്ടർ. ഓക്കെ, അപ്പോൾ സറണ്ടർ ചെയ്യുക. ഓക്കെ, ഗിവ് അപ്പ്, അബാൻഡൻ, ഉപേക്ഷിക്കുക. ആൻഡ് ഗിവ് എവേ, ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യുക. ഗിവ് ഔട്ട്, ബിക്കം എക്സോസ്റ്റഡ് അല്ലേ. നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ എനർജിയൊക്കെ എക്സോസ്റ്റഡ് എന്ന് പറയാറുണ്ട്. അപ്പം ഗിവ് ഔട്ടാണ്. അപ്പോൾ ഗിവ് ഇൻ, സറണ്ടർ. സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? കീഴടങ്ങുക. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം, ദ ന്യൂ മാനേജർ ഹാസ് ഡാഷ് മെനി ചേഞ്ചസ്. അപ്പോൾ ഒരു പുതിയൊരു മാനേജർ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും അല്ലേ. അപ്പോൾ അത് എന്താണ് അവിടെ എടുക്കാൻ പറ്റുന്ന ശരി ഉത്തരം? ഓക്കെ, നമ്മുടെ ബാരക് ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റ് ആയ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, എ ചേഞ്ച് ഈസ് ബ്രോട്ട് അബൌട്ട് ബിക്കോസ് ഓർഡിനറി പീപ്പിൾ ഡു എക്സ്ട്രാ ഓർഡിനറി തിങ്സ്. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടി, ബ്രോട്ട് അബൌട്ട് അല്ലേ. കോസ് ടു ഹാപ്പൻ എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് പഠിക്കാം. അപ്പോൾ ബ്രിങ് അബൌട്ട്, കോസ് ടു ഹാപ്പൻ. ബ്രിങ് അപ്പ്, അത് ഉയർത്തുക, വളർത്തുക, എ ചൈൽഡ് അല്ലേ, ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക, റേസ് അല്ലെങ്കിൽ റിയർ എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അതുപോലെ ബ്രിങ് ഓഫ്, അക്കംപ്ലിഷ്. അക്കംപ്ലിഷ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു ടാസ്ക് ഒക്കെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, അക്കംപ്ലിഷ്. ആൻഡ് ബ്രിങ് അണ്ടർ, ഡിഫീറ്റ്, കീഴടക്കുക. ഓക്കെ, ക്ലിയർ ആണേ. യെസ്, അടുത്ത ചോദ്യം, സയൻറ്റിസ്റ്റ് ഹോപ്പ് ടു അച്ചീവ് എ ഡാഷ് ഇൻ എ സെർച്ച് ഫോർ ക്യൂർ ഫോർ ക്യാൻസർ. ഓക്കെ, അവരൊരു പ്രതീക്ഷയോടെ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഒരു ഡിസ്കവറി ഓഫ് ഒരു ഇൻവെൻഷന് വേണ്ടി പറയാൻ പറ്റുന്ന ഒരു ഫ്രേസൽ വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രേക്ക് ത്രൂ ആണ് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് നോക്കാം. ബ്രേക്ക് ഇൻ ടു, അതിക്രമിച്ച് കയറുക, എൻ്റർ ബൈ ഫോഴ്സ്. ബ്രേക്ക് ത്രൂ, ആൻ ഇമ്പോർട്ടൻ്റ് ഡിസ്കവറി. ഓക്കെ, ആൻഡ് ബ്രേക്ക് ഔട്ട്, സ്റ്റാർട്ട് സഡൻലി. ഇപ്പോൾ തീയൊക്കെ പെട്ടെന്ന് പൊട്ടി പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു വ്യാജ വാർത്തകളൊക്കെ ബ്രേക്ക് ഔട്ട് എന്ന് നമുക്ക് പറയാം. ബ്രേക്കപ്പ്, കം ടു ആൻ എൻഡ്. ഓക്കെ, നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനമൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യുക, നിർത്തുക, അല്ലെങ്കിൽ അതിൻ്റെ അത് ബ്രേക്ക് ഡൗൺ ആവുക. ഇത് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻസ് ഒക്കെ കം ടു ആൻ എൻഡ്, ബ്രേക്കപ്പ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, the students on the last bench complained that they could not
ഡാഷ് ദ ടീച്ചർ വാട്ട് ദ ടീച്ചർ വാസ് സേയിങ്. മേക്ക് ഔട്ട്, മേക്ക് ഓഫ്, മേക്ക് ഓവർ, മേക്കപ്പ്. മനസ്സിലാകുന്നില്ല ടീച്ചറിന് എന്താണോ പറയുന്നത്, ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ ശരി ഉത്തരം മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കിയാലോ. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഓഫ്, ടു എസ്കേപ്പ്. മേക്ക് ഓവർ, ഈ മേക്ക് ഓവർ വരിക എന്നൊക്കെ നമ്മൾ പറയാറില്ല. ചില ആൾക്കാർക്ക് എന്താണ് ഭയങ്കരമായിട്ട് മേക്ക് ഓവർ ആക്കി ട്രാൻസ്ഫോം ചെയ്തു, അല്ലെ അവരുടെ ആ പഴയ ഷേപ്പിൽ നിന്ന് പുതിയൊരു ലുക്കിലേക്കൊക്കെ മാറുന്നു, അല്ലെങ്കിൽ ടു ചേഞ്ച്, അതാണ് മേക്ക് ഓവർ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെൻറ്റ്. അത് നമ്മളെ മുഖത്തിടുന്ന മേക്കപ്പ് മാത്രമല്ല, ഇൻവെൻറ്റ്. ചില ആൾക്കാർ ഈ കഥകളൊക്കെ മെനയാനൊക്കെ വളരെ പെട്ടെന്ന് അവർക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് തന്നെ എക്സ്ക്യൂസ് അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ ഇൻവെൻറ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലേ? കുക്ക്ഡ് അപ്പ് സ്റ്റോറി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം. ഐ ഡോണ്ട് ഡാഷ് വിത്ത് മൈ ന്യൂ റൂംമേറ്റ്. വി ഹാവ് നത്തിങ് ഇൻ കോമൺ. ഓ, റൂംമേറ്റുമായിട്ട് നമ്മൾ അത്ര ഒരു വൈബില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അയാളുമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോവുക. ഗോ ഓൺ വിത്താണ് ഇവിടുത്തെ ഫ്രേസൽ വെർബ്. നമുക്കതെന്താണെന്നും ബാക്കിയുള്ളതും പഠിക്കാം. ഗോ ഓൺ വിത്ത് എന്ന് പറഞ്ഞാൽ ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, അയാളുമായിട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഗോ ഓൺ വിത്ത് എന്ന് പറയാം. ഇവിടെ ഗോ ഓൺ വിത്ത് അല്ല എന്നാണ് പറയുന്നത്, അല്ലേ ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഗെറ്റ് ഓവർ. ഗെറ്റ് ഓവർ, റിക്കവർ. പ്രത്യേകിച്ച് ഇൽനെസ് അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്, നമുക്ക് ഒരു എന്താണ് നമ്മൾ സാറിന് പറയാറില്ലേ, ഒരു നെഗടിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത്, അതിൽ നിന്ന് എന്താണ് നമ്മളൊന്ന് എസ്കേപ്പ് ആവുക, ഗെറ്റ് ഓവർ ആണത്. ഓക്കെ, ഗെറ്റ് റിഡ് ഓഫ്, എലിമിനേറ്റ്, ഒഴിവാക്കുക, ഗെറ്റ് റിഡ് ഓഫ്. ഗെറ്റ് ത്രൂ, ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അപ്രൂവൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നേടുക, ഒബ്റ്റെയിൻ ആൻഡ് അപ്രൂവൽ. ഓക്കെ, ഗെറ്റ് ത്രൂ. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ ദിസ് വേർഡ് സോ ഐ നീഡഡ് ടു ഡാഷ് ഇൻ ദ ഡിക്ഷണറി. പുതിയ വാക്കുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഡിക്ഷണറി നോക്കേണ്ടി വരും, അല്ലെ? ഇംഗ്ലീഷിലെ പുതിയ വാക്കുകൾ. അത് ലുക്ക് ഫോർ ആണോ, ലുക്ക് അപ്പ് ആണോ, ലുക്ക് ആഫ്റ്റർ ആണോ, ലുക്ക് ഇൻ ടു ആണോ? എന്തായാലും അവസാനത്തെ രണ്ടെണ്ണം അല്ല. സെർച്ച് എന്നർത്ഥം വരുന്നത് ലുക്ക് ഫോറും ഉണ്ട്, ലുക്ക് അപ്പും ഉണ്ട്. അപ്പോൾ ഒരു വാക്ക് ഡിക്ഷണറിയിൽ നോക്കുക എങ്കിൽ അവിടുത്തെ ആൻസർ ലുക്ക് അപ്പ് ആണ്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ നോക്കിയാലോ. ലുക്ക് ഫോർ, സെർച്ച് എ തിങ്. ഓക്കെ, ലുക്ക് അപ്പ്, സെർച്ച് എ വേർഡ് ഇൻ ദ ഡിക്ഷണറി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ അതായിരുന്നില്ലേ, ലുക്ക് അപ്പ്. മറ്റത് നമ്മളിപ്പോൾ ഏതെങ്കിലും വസ്തുക്കൾ, വാച്ചോ എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയി അതിനെ അന്വേഷിക്കുകയാണെങ്കിൽ ലുക്ക് ഫോർ എന്ന് പറയാം. ഓക്കെ, ലുക്ക് ആഫ്റ്റർ, സംരക്ഷിക്കുക, ടു ടേക്ക് കെയർ ഓഫ്. ആൻഡ് ലുക്ക് ഇൻ ടു, ഇൻവെസ്റ്റിഗേറ്റ്, ഒരു കാര്യം എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അന്വേഷിക്കുക. ഓക്കെ, ക്ലിയർ. യെസ്. ഷീ ഓഫൺ ഡാഷ് ഹർ ഹസ്ബൻഡ്. ഓ, ഹസ്ബൻഡും വൈഫും എന്നും വഴക്കാം. അവിടെ എടുക്കാൻ പറ്റുന്ന ഒരു ശരി ഉത്തരമെന്ന് പറയുന്നത് ഫോൾ ഔട്ടാണ്. ഓക്കെ, ഫോൾ ഔട്ട്. ബാക്കി ഓപ്ഷൻസ് പഠിച്ചാലോ. ഫോൾ ത്രൂ, ഫെയിൽ. ഓക്കെ, ഡസൻറ്റ് ഹാപ്പൻ, കാര്യങ്ങളൊന്നും അത്ര ശരിയാവുന്നില്ല എങ്കിൽ ഫോൾ ത്രൂ. വഴക്കിടുകയാണെങ്കിൽ ഫോൾ ഔട്ട്, അല്ലേ? റിസൾട്ട് സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് ഫോൾ ഔട്ട്. ഫോൾ ബാക്ക്, റിട്രീറ്റ്, പിൻവലിയുക, അല്ലേ? ഫോൾ ഇൻ, കൊളാപ്സ്, എന്താണ്, തകരുക, നശിക്കുക, കൊളാപ്സ്. ഓക്കെ, ക്ലിയർ. ലാസ്റ്റ് ചോദ്യം. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ അടിയിൽ വരച്ചിരിക്കുന്ന ആ വാക്കിൻ്റെ ഫ്രേസൽ വെർബാണ് നമ്മൾ എടുക്കേണ്ടത്. ഷീ റിജക്റ്റഡ് ഹിസ് പ്രപ്പോസൽ ഓഫ് മാരേജ്. ഓ, റിജക്റ്റ് ചെയ്തു. അപ്പോൾ ടേൺഡ് അപ്പ് ആണോ, ടേൺ ഡൗൺ ആണോ, ടേൺ ഓവർ ആണോ, അതോ ടേൺ ഓഫ് ആണോ? രണ്ട് നെഗടിക്കുന്ന വാക്കുകൾ ടേൺ ഡൗണും ടേൺ ഓഫും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ ബി എടുക്കാം, ടേൺ ഡൗൺ. ബാക്കി നമുക്ക് നോക്കാം. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, അപ്പിയർ. ഓക്കെ, അവിടെ പ്രത്യക്ഷപ്പെടുക, ടേൺ അപ്പ്. ടേൺ ഡൗൺ, റിജക്റ്റ്, റെഫ്യൂസ്. ടേൺ ഓവർ, ഹാൻഡ് ഓവർ. ഓക്കെ, നമ്മളൊരു കാര്യം ടേൺ ഓവർ, ഹാൻഡ് ഓവർ ചെയ്യുക എന്നാണ് അർത്ഥം. ടേൺഡ് ഓഫ്, സ്റ്റോപ്ഡ് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും വാക്കുകൾ പഠിച്ചു, അല്ലേ? ഏകദേശം 40 ഫ്രേസൽ വെർബാണ് നമ്മളിന്ന് നോക്കിയത്. ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക. ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്